ഷെയറിംഗ് എക്സ്പീരിയൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ഇന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ സെക്കൻഡ് പാർട്ടാണ്. ഇതിന് തൊട്ട് മുമ്പ് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ നമ്മുടെ അമേരിക്കൻ മേധാവിത്വത്തിലേക്ക് നയിച്ച ചില സൈനിക നടപടികളുടെ ഒന്നാം ഭാഗമാണ്. പ്രധാനമായിട്ടും ചില സൈനിക നടപടികളിലൂടെയാണ് അമേരിക്ക ലോകത്ത് അതിൻ്റെ അജയ്യമായ ശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് തങ്ങൾ ലോകത്തിൻ്റെ പോലീസുകാരനാണ് എന്ന് സ്ഥാപിച്ചു. അപ്പോൾ ആ രണ്ട് സൈനിക നടപടികളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. അതാണ് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്ന കുവൈറ്റിന്റെ മോചനവും ഇറാഖിൽ നിന്നുള്ള ഇറാഖിനെതിരെയുള്ള കുവൈറ്റിന്റെ മോചനം, ഇറാഖ് പിടിച്ചടക്കിയതിൽ ഇറാഖിനെ പിന്തിരിപ്പിച്ച സംഭവം, അതിനാണ് ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം. രണ്ട്, ഓപ്പറേഷൻ ഇൻഫിക്റ്റോറേജ്. ലോകത്ത് എവിടെ ഭീകരതയുണ്ടോ അവിടെ യാതൊരുവിധ അനുമതിയും കാത്തു നിൽക്കാതെ നേരിട്ട് അമേരിക്ക ഇടപെടും എന്ന് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ, അതായത് ബിൽ ക്ലിന്റന്റെ കാലത്ത് പ്രഖ്യാപിച്ച ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം. ഈ രണ്ട് പട്ടാള നടപടികളിലൂടെയാണ് അമേരിക്ക കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ അതിന്റെ രണ്ടാം ഭാഗമാണ്. അതിൽ മറ്റു രണ്ട് പട്ടാള നടപടികൾ വരുന്നുണ്ട്. ആ ഒന്നാണ് ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം, ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം എന്ന് പറയുന്നതിന് മുമ്പ് അപ്പൊ ആ ഒരു ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഷെയറിംഗ് എക്സ്പീരിയൻസ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമന്റും ലൈക്കും ഡിസ്ലൈക്കും എല്ലാം രേഖപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി താഴ്മയെ ഓർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലോകത്ത് അമേരിക്കയുടെ അഭിമാന സ്തംഭവുമായ ഒരു ഇതായിരുന്നു വേൾഡ് ട്രേഡ് സെന്റർ. ആ വേൾഡ് ട്രേഡ് സെന്റർ അമേരിക്കയുടെ, അതായത് ഈ ഭൂമുഖത്ത് ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത അത്ര രീതിയിലായിരുന്നു അതിന്റെ നിർമ്മാണം. എത്രയോ ടൺ കോൺക്രീറ്റിനാൽ സപ്പോർട്ട് ചെയ്യപ്പെട്ട് ബഹുനിലമായ ബൃഹത്തായ ഒരു കെട്ടിട സമുച്ചയമായിരുന്നു വേൾഡ് ട്രേഡ് സെന്റർ. ഈ ബൃഹത്തായ വേൾഡ് ട്രേഡ് സെന്റർ എന്ന കെട്ടിട സമുച്ചയം അൽ-ഖ്വയ്ദ ഭീകരരാൽ തകർത്തെറിയപ്പെട്ടു. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ, അൽ-ഖ്വയ്ദയുടെ ഭീകരർ അമേരിക്കയിലേക്ക് കടക്കുകയും അവർ അവിടുന്ന് തന്നെ യുദ്ധവിമാനങ്ങൾ തട്ടിയെടുത്ത് അതിൽ ബോംബ് നിറച്ച് ആ വിമാനം എത്രയോ ടൺ കണക്കിന് എത്രയോ ഭാരമുള്ള മാരകമായ സ്ഫോടക ശക്തിയുള്ള ആ വിമാനം ഈ വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് ഇടിച്ചിറക്കി അതിനെ തകർക്കുകയാണ് ചെയ്തത്. ഏതാണ്ട് 3000-ഓളം നിരപരാധികളായ ആൾക്കാർ അന്ന് അവിടെ ക്രൂശിക്കപ്പെട്ടു, വധിക്കപ്പെട്ടു. ഈ സംഭവം അമേരിക്കയെ ഏറ്റവും കൂടുതൽ അപമാനിതമാണ്. കാര്യം അവർ അന്നേ വരെ കരുതി വെച്ചിരുന്ന എല്ലാ ശക്തികൾക്കും അതീതമാണ് തങ്ങൾ എന്നുള്ള അമേരിക്കയിൽ ഒരുപക്ഷെ അഹങ്കാരം എന്നാണെങ്കിൽ പറയാം. അതെല്ലാം ഒരു മറുപടിയായിരുന്നു. ഒരിക്കലും ഞാൻ ഭീകര സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല, മറിച്ച് അമേരിക്കയ്ക്ക് ഒരു വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചു. അപ്പോ അത് ഭീകര പ്രവർത്തനമാണ്, അതിന് ഏറ്റവും കൂടെ അവലംബിക്കേണ്ടതാണ്. അപ്പോൾ അമേരിക്ക തീർച്ചയായിട്ടും അവിടെ അവരുടെ ഒരു വൻ പരാജയം, ഒരു തിരിച്ചടി തന്നെയായിരുന്നു ലോകത്ത് നിന്ന് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് ആ സംഭവം മുതൽ പിന്നീട് അങ്ങോട്ട് ലോകത്ത് തങ്ങളുടെ അജയ്യ ശക്തിക്കെതിരെ പോലും ഭീകരത വളർന്നിരിക്കുന്നു എന്ന് അമേരിക്ക മനസ്സിലാക്കി. ഭീകരത വിചാരിച്ചാൽ തങ്ങളുടെ അജയ്യ ശക്തി പോലും അസ്ഥാനത്താണ് എന്ന ഒരു സത്യം അമേരിക്ക മനസ്സിലാക്കിക്കൊണ്ട് അതൊരു വൻ അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെയും ലോകത്തെ എല്ലാവരെയും ഭീകരരിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി അമേരിക്ക പ്രഖ്യാപിച്ച പട്ടാള നടപടിയാണ് ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം. ഇതനുസരിച്ച് അൽ-ഖ്വയ്ദയുടെ താവളങ്ങൾ ലോകത്ത് എവിടെയുണ്ടോ ആ അൽ-ഖ്വയ്ദ താവളങ്ങളെല്ലാം കണ്ടെത്തി
അതിനൂതനമായ ക്രൂസ് മിസൈൽ പോലുള്ള ആയുധങ്ങൾ, ക്രൂസ് മിസൈലുകൾ, അങ്ങനെയുള്ള അതിനൂതനമായ ആയുധങ്ങൾ, അതായത് ഭൂമിക്ക് അടിയിലേക്ക് തുരന്നു കയറാൻ കഴിയുള്ള മിസൈലുകൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആവനാഴിയിലെ എല്ലാവിധ അമ്പുകളും എല്ലാവിധ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ലോകത്തു നിന്നും അൽ-ഖ്വയ്ദ ഭീകരതയെ തുടച്ചു നീക്കാനുള്ള ഒരു പട്ടാള നടപടിയാണ് ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. നമുക്കറിയാം, കുവൈറ്റിനെ സദാം ഹുസൈൻ ആക്രമിച്ചു. ഇറാഖിലെ പ്രസിഡന്റായ സദാം ഹുസൈൻ ആക്രമിച്ചു. അതിൽ നിന്നും കുവൈറ്റിനെ മോചിപ്പിച്ചു. സദാം ഹുസൈന് വൻ തിരിച്ചടി നൽകി. അദ്ദേഹം ഇറാഖിൽ പ്രസിഡന്റായി വളരെ പാടുപെട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ എന്നിട്ടും അത് കുവൈറ്റ് അദ്ദേഹത്തിന് ആ പരാജയ സഖ്യകക്ഷികളുടെ, പ്രത്യേകിച്ച് അമേരിക്കൻ സേനയുടെ കയ്യിൽ നിന്നും വളരെ പ്രതീക്ഷിതമായ, ലോകം എല്ലാവരും പ്രതീക്ഷിച്ച രീതിയിലുള്ള പരാജയം കിട്ടിയെങ്കിലും അദ്ദേഹം അപ്പോഴും നമ്മുടെ ഇറാഖിന്റെ പ്രസിഡന്റായി മുന്നോട്ട് പോയി. ഈ സമയത്താണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്ന പട്ടാള നടപടി അവിടെ നടക്കുന്നത്. അപ്പൊ ഈ നടപടിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. കാരണം അമേരിക്കയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, ഭീകരതയെ അങ്ങേറ്റം അവരെ വേൾഡ് ട്രേഡ് സെന്ററിനെയൊക്കെ ആക്രമിച്ചവർക്ക് ലോകത്ത് വളരെയധികം അവരുടെ ശക്തിയെക്കുറിച്ച് അവർ അന്ന് വരെ സംഭരിച്ച എല്ലാ ശക്തിയും അവരെ ചോർത്തിക്കളഞ്ഞു. അവർക്കൊരു വല്ലാത്ത അവസ്ഥയെ കൊണ്ട് എത്തിച്ചു. അപ്പൊ അതിഭയങ്കരമായ പ്രതികാരം അവരെ ലോക ഭീകരതയെ ഒതുക്കാതെ, ലോകത്തുനിന്ന് ഭീകരരെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ അവർക്ക് വിശ്രമമില്ല എന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു അവരുടെ നടപടി. അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്ക ഒരു കാര്യം ലോകത്ത് വിളിച്ചു പറഞ്ഞു: സദാം ഹുസൈൻ ഇറാഖിൽ ഉള്ളിടത്തോളം കാലം ലോകത്ത് അൽ-ഖ്വയ്ദ വളരും. കാരണം അൽ-ഖ്വയ്ദയ്ക്ക് എല്ലാ തരത്തിലുള്ള പണവും സപ്പോർട്ടും എല്ലാം നൽകുന്നത് സദാം ഹുസൈനാണ്. അതുകൊണ്ട് സദാം ഹുസൈൻ ഇറാഖിന്റെ പ്രസിഡന്റ് പദം ഒഴിയണം. നോക്കണം, മറ്റൊരു രാജ്യം വേറൊരു രാജ്യത്തെ ഭരണാധികാരിയെ ആ അധികാരത്തിൽ നിന്നും പുറത്തു പോകാൻ ആജ്ഞാപിക്കുന്ന ഒരു അവസ്ഥാവിശേഷം അതാണ് അവിടെ ഉണ്ടായത്. അതായത് ഇറാഖിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും എത്രയും പെട്ടെന്ന് സദാം ഹുസൈൻ ഒഴിയണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കും. ഞങ്ങൾക്ക് ആരുടെയും അനുവാദം പോലെ, അതാണ് ഇൻഫിനിറ്റി ഉപയോഗിച്ചൊക്കെ പറയാം അനുവാദം. ഇനി അതിന് വേറൊരു കാര്യം കൂടി അമേരിക്ക നിരത്തി. കാരണം ലോകത്ത് അതിഭയങ്കരങ്ങളായ ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ വെപ്പൺസ് ഇറാഖിന്റെ കയ്യിലുണ്ട്, സദാമിന്റെ കയ്യിലുണ്ട്. ഈ ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ വെപ്പൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറയാം, നമ്മളെ കോവിഡ് അറിയാലോ, അതുപോലെ പകർച്ചവ്യാധിയാ. അതുപോലെ അതിന്റെ പകർച്ചവ്യാധിയിലെ എന്താ പറയാ, ആ രോഗാണു മനുഷ്യനെ, ഇപ്പൊ കോവിഡ് എന്തുമാത്രം ദുരിതമാണ് നമ്മുടെ ലോകത്ത്. ഇതെല്ലാം നമ്മുടെ കോവിഡിന്റെ പൂർണ്ണ തുടരാൻ ഇതെല്ലാം പുതിയ കാര്യങ്ങളിലേക്ക് നാം വരുന്നത് അല്ലേ. അതുപോലെ കോവിഡിന് അതുപോലെ മാരക വൈറസ് നിറച്ച ബോംബ്, അതാണ് ബയോളജിക്കൽ വെപ്പൺ. അതുപോലെ കെമിക്കൽ വെപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷവാതകം. അത് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഭോപ്പാൽ ദുരന്തമൊക്കെ പണ്ട് കാലം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചിരിക്കും, നിങ്ങൾ ഓർമ്മയാണെന്നിരിക്കില്ല. ഭോപ്പാൽ ദുരന്തമൊക്കെ എല്ലായിടത്തും ലഭ്യമാണ്, യൂട്യൂബിലൊക്കെ ലഭ്യമാണ്. ആ ഭോപ്പാൽ ട്രാജഡി, എത്രയോ ആൾക്കാരാണ് അന്ന് ഇന്ത്യയിൽ, നമ്മുടെ മധ്യപ്രദേശ് ഭോപ്പാലിൽ യൂണിയൻ കാർബൈഡ് ശ്വസിച്ച് മരിച്ചത്, വിഷവാതകം ശ്വസിച്ച്. അപ്പൊ അങ്ങനെയുള്ള വിഷവാതകം നിറച്ച ബോംബ്, അതിനെയാണ് കെമിക്കൽ വെപ്പൺ. അപ്പൊ ഈ രീതിയിലുള്ള മാരകങ്ങളായ കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ വെപ്പൺ ഇറാഖിന്റെ പക്കൽ, സദാം ഹുസൈന്റെ പക്കൽ ഉണ്ട് എന്ന് അമേരിക്ക ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുക. ഇറാഖ് അതിനെ നിരാകരിച്ചു. ഇത് മാത്രമല്ല, അമേരിക്ക ഐക്യരാഷ്ട്രസഭയിൽ രക്ഷാസമിതിയിൽ പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയ പ്രകാരം സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്വതന്ത്ര ഏജൻസി ഇറാഖിലേക്ക് കടന്നു. ഇറാഖിലെ ഓരോ മുക്കും മൂലയും അവര് തലനാരിഴ കീറി പരിശോധിച്ചു. എവിടെയെങ്കിലും, പക്ഷെ ഒരിടത്തുനിന്ന് അവർക്ക് ഒരു വെപ്പനും കിട്ടിയില്ല. പക്ഷെ എന്നോടും അമേരിക്ക നിലപാടിൽ തന്നെ നിന്നു. അമേരിക്ക പറഞ്ഞു, ഇവിടെ ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ വെപ്പൺ ഉണ്ട്, അതില്ലാതാക്കണമെങ്കിൽ ആദ്യത്തെ കാര്യം സദാം ഹുസൈൻ അവിടെ നിന്ന് പുറത്തു പോകണം, ഇല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കും. അവസാനം ലോകത്ത് എത്രയോ ലോകരാജ്യങ്ങളും മാധ്യമങ്ങളും ഒക്കെ അമേരിക്കയോട് അത് വേണോ മറ്റു രാജ്യത്തേക്ക് എങ്ങനെ. പക്ഷേ നമ്മുടെ നമ്മുടെ ജോർജ് W. ബുഷ് അത്രയ്ക്ക് വളരെ
ആ കർക്കശ ബുദ്ധിക്കാരനായിരുന്നു. ഒരു ഇത് കൊടുക്കാതെ അമേരിക്ക ഏകപക്ഷീയമായി തന്നെ ഇറാഖിനെ ആക്രമിക്കുകയും സദാം ഹുസൈനെ പുറത്താക്കുകയും പിന്നീട് 2 വർഷത്തേക്ക് സദാം ഹുസൈനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. അദ്ദേഹം ഭൂമിയുടെ അടിയിൽ അവസാനം 2 വർഷം കഴിഞ്ഞിട്ടാണ്. ഇതിനിടയ്ക്ക് അമേരിക്കൻ സേന ഇറാഖിൽ നിലയുറപ്പിച്ചു. അവിടെയുള്ള ഇതിനിടയ്ക്ക് അവിടെയുള്ള കുർദ്, സദാം ഹുസൈന് പരമ്പരാഗതമായി ഇറാഖിൽ തന്നെ ഒരു അവരുടെ അവിടെ ഒരു റേഷ്യൽ ഇഷ്യൂ ആണ്. കുർദ് വംശജരെ കൂട്ടുപിടിച്ചു. ആ കുർദ് വംശജരെ അവിടെ ഒരാളെ അവരിൽ നിന്ന് ഭരണാധികാരി എടുത്തുകൊണ്ട് ഒരു പാവ ഗവൺമെന്റിനെ, അമേരിക്കയുടെ നിയന്ത്രണ ഒരു പാവ ഗവൺമെന്റ് ഇറാഖിൽ സ്ഥാപിച്ചുകൊണ്ട് പൂർണ്ണമായും അമേരിക്കയുടെ സൈന്യം ഇറാഖിൽ തേർവാഴ്ച നടത്തി. മുക്കിലും മൂലയിലും ഒക്കെ എള്ളു കയറി പരിശോധിച്ചിട്ടും സദാം ഹുസൈനെ കിട്ടിയില്ല. അവസാനം സദാം ഹുസൈനെ ഒരു മണ്ണിന്റെ അടിയിൽ, മൈതാനത്തിന്റെ അടിയിൽ ഒരു ഭൂഗർഭ അറയിൽ ഒളിച്ചിരുന്ന സദാം ഹുസൈനെ പിടിക്കുകയും അത് പരസ്യമായി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയും ചെയ്തു. അപ്പൊ ഇതിനെയാണ് ഓപ്പറേഷൻ ഇറാഖി. അതായത് ഒന്ന് ചുരുക്കി പറയാം, സദാം ഹുസൈനെ ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ വെപ്പൺ കൈവശം വെക്കുന്നു. അത് ലോകത്തിന്റെ സമാധാനത്തിന് ഭീഷണിയാണ്. തീവ്രവാദ ശക്തിക്ക് അത് ശക്തി പകരുന്നു. അത് ആരോപിച്ചുകൊണ്ട് സദാം ഹുസൈനെതിരെ സദാം ഹുസൈൻ ഇറാഖിന്റെ പ്രസിഡന്റായി പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സദാം ഹുസൈനെ പുറത്താക്കുന്നതിന് വേണ്ടിയും അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയും അമേരിക്ക ഇറാഖിൽ നടത്തിയ മറ്റൊരു പട്ടാള നടപടിയാണ് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. അങ്ങനെ ഈ 4 പട്ടാള നടപടികളിലൂടെ ആയപ്പോഴേക്കും ലോകത്ത് അമേരിക്ക വളർന്നു പന്തലിച്ചു. അങ്ങനെ ലോകത്തെ വൻ ശക്തിയായി അമേരിക്ക കുറച്ചുനാൾ വാണത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 4 വീഡിയോയിലുണ്ട്. ഒന്നാമത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം, എൻഡ്യൂറിംഗ് ഫ്രീഡം, then enduring freedom and ഏറ്റവും അവസാനം ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം. ഈ 4 വീഡിയോകളാണ് അമേരിക്കയെ വലിയ ശക്തിയായി മാറ്റിയത്. ഇന്നത്തെ വീഡിയോ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.